നമസ്കാരം. വികസന രാജ്യമെന്ന പഴയ തിരിച്ചറിവിൽ നിന്ന് മാറി ഇന്ന് ഇന്ത്യ ലോകം കാണുന്നത് ഒരു നിർണായക സാമ്പത്തിക ശക്തിയായിട്ടാണ്. ഈ മാറ്റത്തിന്റെ ഏറ്റവും പുതിയ സൂചനയാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ അന്തിമ ഘട്ടത്തിലെത്തിയിരിക്കുന്ന വൻ വ്യാപാര കരാർ. അന്താരാഷ്ട്ര മാധ്യമങ്ങളും നയതന്ത്ര വൃത്തങ്ങളും ഈ ഉടമ്പടിയെ വിശേഷിപ്പിക്കുന്ന ഒരൊറ്റ പേരിലാണ് മദർ ഓഫ് ഓൾ ഡീൽസ്. 27 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ഈ കരാർ ഉഭയകക്ഷി വ്യാപാരത്തെ ലളിതമാക്കുകയും നികുതി തടസ്സങ്ങൾ നീക്കുകയും ചെയ്യുന്ന ഒരു സമഗ്ര ഉടമ്പടിയാണ്. ലോക GDPയുടെ ഏകദേശം 1/4 കൈകാര്യം ചെയ്യുന്ന രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് ആഗോള വിപണിയുടെ ദിശ തന്നെ മാറ്റാൻ ശേഷിയുള്ളതാണെന്നാണ് വിലയിരുത്തൽ. ഈ കരാർ ഒരു രാത്രി കൊണ്ട് ഉണ്ടായതല്ല. ഇന്ത്യ യൂറോപ്പ് വ്യാപാര ചർച്ചകൾ ആരംഭിച്ചത് 2007-ലാണ്. എന്നാൽ അത് മുന്നോട്ടു പോകാതെ നിന്നു. 2013 ചർച്ചകൾ പ്രായോഗികമായി നിലച്ച അവസ്ഥയിലുമായിരുന്നു. സാധാരണ സാഹചര്യത്തിൽ ഇത്തരം കരാറുകൾ അന്ന് തന്നെ ഉപേക്ഷിക്കപ്പെടുമായിരുന്നു. എന്നാൽ 2014 ശേഷം ഇന്ത്യയുടെ വിദേശ നയ സമീപനത്തിലുണ്ടായ മാറ്റമാണ് ഈ ചർച്ചകൾക്ക് വീണ്ടും ജീവൻ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ തന്റെ വിപണി ശക്തിയും രാഷ്ട്രീയ സ്ഥിരതയും തുറന്നുകാട്ടുന്ന നയതന്ത്ര നീക്കങ്ങളിലേക്ക് കടന്നു. യൂറോപ്യൻ രാജ്യങ്ങളുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിലൂടെ ഇന്ത്യ ഒരു ദീർഘകാല വിശ്വസനീയ പങ്കാളിയായി അവതരിപ്പിക്കാൻ സർക്കാരിന് സാധിക്കുകയും ചെയ്തു. അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നേരിടുന്ന നികുതി വെല്ലുവിളികൾ ഇന്ത്യയെ പുതിയ വിപണികൾ തേടാൻ പ്രേരിപ്പിച്ചു. തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് അമേരിക്കയിൽ ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവകൾ കയറ്റുമതി മേഖലയിൽ സമ്മർദ്ദം സൃഷ്ടിച്ചിരുന്നു. ഇവിടെയാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ ഇന്ത്യക്ക് നിർണായകമാകുന്നത്. കരാർ നിലവിൽ വന്നതോടെ യൂറോപ്യൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി തടസ്സങ്ങൾ ഗണ്യമായി കുറയും. ഇത് ഇന്ത്യയുടെ കയറ്റുമതി വൈവിധ്യം വർദ്ധിപ്പിക്കുകയും ഒരൊറ്റ വിപണിയിലേക്കുള്ള ആശ്രയം കുറയ്ക്കുകയും ചെയ്യും. ഈ മാറ്റത്തിന്റെ നേരിട്ടുള്ള ഗുണഭോക്താക്കൾ ഇന്ത്യയിലെ സാധാരണ തൊഴിലാളികളും സംരംഭകരുമായിരിക്കും. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കൈത്തറി മേഖല, ചെറുകിട വ്യവസായങ്ങൾ, മരുന്ന് നിർമ്മാണ യൂണിറ്റുകൾ ഇവയ്ക്ക് യൂറോപ്യൻ വിപണി പുതിയ അവസരങ്ങളായി തുറക്കും. വ്യവസായ മേഖലയ്ക്കൊപ്പം സാങ്കേതിക രംഗത്തും ഈ കരാർ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗ്രീൻ എനർജി, ഡിജിറ്റൽ ഹെൽത്ത്, സ്റ്റാർട്ടപ്പ് മേഖലകൾ എന്നിവയിൽ യൂറോപ്യൻ കമ്പനികളുടെ നിക്ഷേപം ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ഇത് ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ചയ്ക്ക് കൂടുതൽ വേഗം നൽകും. നയതന്ത്ര തലത്തിലും ഈ കരാർ ഇന്ത്യയുടെ നിലപാട് ശക്തമാക്കുന്നു. ആഗോള വിപണിയിൽ ചൈനയുടെ ആധിപത്യം കുറയ്ക്കാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ യൂറോപ്പുമായി ഇന്ത്യ ഉണ്ടാക്കുന്ന ഈ പങ്കാളിത്തം തന്ത്രപരമായ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ ഇനി പിന്തുടരുന്ന രാജ്യമല്ല, തീരുമാനങ്ങളിൽ പങ്കാളിയാകുന്ന ശക്തിയാണെന്ന സന്ദേശമാണ് മദർ ഓഫ് ഓൾ ഡീൽസ് നൽകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.